ഹയർ സെക്കൻഡറി തുല്യതാ പരീക്ഷ എഴുതുന്നതുമായി ബന്ധപ്പെട്ട് ധാരാളം ക്വസ്റ്റ്യൻസ് നമ്മുടെ ഗ്രൂപ്പുകളിലും അതുപോലെ തന്നെ മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുള്ള ഹയർ സെക്കൻഡറി തുല്യതാ പരീക്ഷയുമായി ബന്ധപ്പെട്ട വീഡിയോസിന് താഴെയൊക്കെ ആയിട്ട് ചോദിക്കാറുണ്ട്. ഓരോരോ സംശയങ്ങൾ ചോദിക്കാറുണ്ട്. രജിസ്ട്രേഷൻ ടൈം, അതായത് ഈ വർഷത്തെ +1 ഹയർ സെക്കൻഡറി തുല്യതാ പരീക്ഷയ്ക്ക് രജിസ്ട്രേഷന്റെ സമയമായിട്ടുണ്ടോ, ഏതാണ് വെബ്സൈറ്റ്, എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ധാരാളം പേഴ്സണൽ ആയിട്ടുള്ള മെസ്സേജുകളും അതുപോലെ തന്നെ ഗ്രൂപ്പുകളിലും അതുപോലെ തന്നെ വീഡിയോക്ക് താഴെ ആയിട്ട് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ വരുന്നത്. അപ്പം അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വീഡിയോ ആണ് ഇന്ന് ഈ വീഡിയോയിലൂടെ. എങ്ങനെയാണ് ഹയർ സെക്കൻഡറി തുല്യതാ പരീക്ഷയ്ക്ക് രജിസ്റ്റർ ചെയ്യേണ്ടത്, അതുപോലെ തന്നെ എന്നാണ് അത് ചെയ്യേണ്ടി വരിക, ആർക്കൊക്കെയാണ് ഹയർ സെക്കൻഡറി തുല്യതാ പരീക്ഷയ്ക്ക് രജിസ്റ്റർ ചെയ്യാനുള്ള യോഗ്യത. വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു ടേൺ ടു ലേൺ. ടേൺ ടു ലേണിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്കറിയാം, തുല്യതാ പരീക്ഷ സാക്ഷരതാ മിഷൻ നടത്തുന്ന തുല്യതാ പരീക്ഷകളുണ്ട്. 4ാം ക്ലാസ്, 7ാം ക്ലാസ്, 10ാം ക്ലാസ്, 12ാം ക്ലാസ് തുല്യതാ പരീക്ഷ. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് 12ാം ക്ലാസ് തുല്യതാ പരീക്ഷ. ഓരോ വർഷവും ധാരാളം പേര് ഇപ്പോൾ തുല്യതാ പരീക്ഷ, +2 തുല്യതാ പരീക്ഷ എഴുതാറുണ്ട്. അപ്പോൾ തുല്യതാ പരീക്ഷയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വീഡിയോസ് പോസ്റ്റ് ചെയ്യുന്ന സമയത്താണ് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ വരാറുള്ളത്. എന്നാണ് രജിസ്ട്രേഷൻ ടൈം എന്നുള്ളത്. അപ്പോൾ തുല്യതാ പരീക്ഷയുമായി ബന്ധപ്പെട്ടിട്ടുള്ള അപ്ഡേറ്റുകൾ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് സാക്ഷരതാ മിഷന്റെ വെബ്സൈറ്റ് ഉണ്ട്. ലിറ്ററസി മിഷൻ Kerala.org എന്നുള്ള വെബ്സൈറ്റിലാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അപ്ഡേറ്റുകൾ വരാറുള്ളത്. അപ്പോൾ സ്ഥിരമായിട്ട് ഈ വർഷം രജിസ്റ്റർ ചെയ്യാൻ താല്പര്യമുള്ള വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ പരീക്ഷാർത്ഥികൾ ഈ വെബ്സൈറ്റ് സ്ഥിരമായിട്ടൊന്ന് ശ്രദ്ധിക്കുക. കഴിഞ്ഞ വർഷം 2024-25 2024-26 അധ്യയന വർഷത്തെ 2 വർഷത്തെ കോഴ്സിന് വേണ്ടിയിട്ടുള്ള രജിസ്ട്രേഷൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നത് 2024 ഫെബ്രുവരി 1 മാർച്ച് 15 വരെ ഉണ്ടായിരുന്നു. അപ്പൊ ഈ വർഷം നമ്മൾ എക്സ്പെക്ട് ചെയ്തിട്ടുള്ള ഡേറ്റ് ആയിരുന്നു ഫെബ്രുവരി ആദ്യ വാരം ഉണ്ടാകുമെന്നുള്ളത്. പക്ഷെ ഇതുവരെയായിട്ട് +1 രജിസ്ട്രേഷന് ഇതുവരെ ഡേറ്റ് ഒന്നും വന്നിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ നിരന്തരം ഈ വെബ്സൈറ്റിൽ കയറി നോക്കുക. +2 തുല്യതാ പരീക്ഷയുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ അപ്ഡേറ്റും ഈ ഒരു വെബ്സൈറ്റിലാണ് വരാറുള്ളത്. ഇനി ഇതുമായി ബന്ധപ്പെട്ട മറ്റൊരു സംശയമാണ്, ആർക്കൊക്കെയാണ് തുല്യതാ പരീക്ഷ എഴുതാൻ പറ്റുക. +2 ഫെയിൽ ആയിട്ടുള്ള കുട്ടികൾ വരെ ചോദിക്കാറുണ്ട്, ഞങ്ങൾക്കിത് തുല്യതാ പരീക്ഷ എഴുതാൻ പറ്റുമോ, തുല്യതാ പരീക്ഷ എഴുതുന്നതിന് ഏജ് ലിമിറ്റ് ഉണ്ടോ, അല്ലെങ്കിൽ മിനിമം ഏജ് ഉണ്ടോ, ഇത്തരത്തിലുള്ള സംശയങ്ങൾ സ്ഥിരമായിട്ട് ചോദിക്കാറുള്ളതാണ്. അപ്പോൾ ചില യോഗ്യതകൾ സാക്ഷരതാ മിഷൻ ഇതിനെ നിഷ്കർഷിക്കുന്നുണ്ട്. അതായത് 10ാം തരം തുല്യതാ പരീക്ഷ എഴുതിയ ഒരാൾക്ക് +2 തുല്യതാ പരീക്ഷ എഴുതാമെന്നുള്ളതാണ്. അപ്പോൾ അതിന് കൃത്യമായിട്ടുള്ള ഏജ് പറയുന്നില്ല. 10ാം തരം തുല്യതാ പരീക്ഷയാണ് നിങ്ങൾ ജയിച്ചതെങ്കിൽ നിങ്ങൾക്ക് +2 തുല്യതാ പരീക്ഷ എഴുതാമെന്നുള്ളത്. രണ്ടാമത്തെ യോഗ്യത പറയുന്നത് ഔപചാരിക തലത്തിലുള്ള SSLC ജയിച്ചതിന് ശേഷം പഠനം നിർത്തിയവർ, SSLCക്ക് ശേഷം തുടർ പഠനത്തിന് പോകാത്തവര്, അതുപോലെ തന്നെ +2 പ്രീ ഡിഗ്രി മുമ്പ് ഉള്ള പ്രീ ഡിഗ്രി, അതുപോലെ തന്നെ ഇടയിൽ +2 ഇതൊക്കെ ഇടക്ക് വെച്ച് നിർത്തിയവർ, അതായത് കംപ്ലീറ്റ് ചെയ്യാത്തവർക്ക് പരീക്ഷ എഴുതാം. അതുപോലെ തന്നെ പൂർത്തിയാക്കവർ, പരീക്ഷ എഴുതിയിട്ടും +2 പരീക്ഷ എഴുതിയിട്ടും വിജയിക്കാത്തവർക്കും പരീക്ഷ എഴുതാം. പക്ഷെ ഈ 3 കാറ്റഗറിയിൽ, അതായത് പ്രീ ഡിഗ്രി പഠനം ഇടക്ക് വെച്ച് നിർത്തിയവര്, +2 പഠനം ഇടക്ക് വെച്ച് നിർത്തിയവര്, അതുപോലെ തന്നെ SSLC കഴിഞ്ഞതിന് ശേഷം +2 പോവാതെ ഉപരിപഠനം നടത്താത്തവര്, അതുപോലെ തന്നെ ലാസ്റ്റ് പറഞ്ഞ് വിജയിക്കാൻ കഴിയാത്തവർക്ക്, ഇവർക്ക് 22 വയസ്സ് പൂർത്തിയാക്കിയതിന് ശേഷം മാത്രമേ തുല്യതാ പരീക്ഷയ്ക്ക് എഴുതാൻ സാധിക്കുള്ളൂ. ഇപ്പൊ തുല്യതാ പരീക്ഷ 10ാം ക്ലാസ് തുല്യതാ പരീക്ഷ എഴുതിയവരാണെങ്കിൽ നേരിട്ട് നിങ്ങൾക്ക് ഓൾറെഡി എല്ലാവരും 22 ഏജ് ആയിരിക്കും. ദെൻ നമ്മൾ പറഞ്ഞതുപോലെ ഈ 3 കാറ്റഗറി, +2 കംപ്ലീറ്റ് ചെയ്യാത്തവര്, +2 പോവാത്തവര്, അതുപോലെ തന്നെ +2 റിസൾട്ട് ഫെയിൽ ആയിട്ടുള്ളവർ, ഈ 3 കാറ്റഗറിയിൽപ്പെട്ടവർക്ക് 22 വയസ്സ് പൂർത്തിയാക്കിയതിന് ശേഷമേ തുല്യതാ പരീക്ഷയ്ക്ക് രജിസ്റ്റർ ചെയ്യാൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ്. ദെൻ ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കുന്നത്. നേരത്തെ പറഞ്ഞ ലിറ്ററസി മിഷന്റെ വെബ്സൈറ്റിലാണ് ഓൺലൈൻ ആയിട്ടുള്ള ആപ്ലിക്കേഷൻ നൽകേണ്ടത്. ഇനി ഇതിന്റെ
ഫീ എത്രയാണെന്ന് ചോദിക്കാറുണ്ട്. സാധാരണഗതിയിൽ രജിസ്ട്രേഷൻ ഫീസും അഡ്മിഷൻ ഫീസും ഒരുമിച്ച് അടച്ചാൽ നമുക്ക് അതിന്റെ മെറ്റീരിയൽ, നിങ്ങൾക്ക് പഠിക്കേണ്ടതായിട്ടുള്ള മെറ്റീരിയൽ അടക്കം അവർ തരുന്നതായിരിക്കും. അപ്പോൾ ഇതിന്റെ കോഴ്സ് ഫീസ് പറയുന്നത് 2300, കോഴ്സ് ഫീസ് 2300. ദെൻ അഡ്മിഷൻ ഫീസ് ആയിട്ടുള്ളത് 300 രൂപ. ടോട്ടൽ 2600 രൂപയാണ് നിങ്ങൾ ഓൺലൈനായിട്ട് പേയ്മെന്റ് അടയ്ക്കേണ്ടതായിട്ടുള്ളത്. ദെൻ പരീക്ഷ ഫീസ്, പരീക്ഷയ്ക്ക് തൊട്ട് മുമ്പായിട്ട് പരീക്ഷാ ഫീസ് ഉണ്ടാവും, അത് ആ സമയത്ത് അടയ്ക്കേണ്ടതാണ്. ഇപ്പോൾ രജിസ്ട്രേഷൻ ഫീസും അഡ്മിഷൻ ഫീസും കൂടി 2300 പ്ലസ് 300 2600 ആണ്. അപ്പോൾ ഇത് ലിറ്ററസി മിഷന്റെ വെബ്സൈറ്റിലാണ് ഓൺലൈൻ ആയിട്ടുള്ള അപേക്ഷ കൊടുക്കാറുള്ളത്. അപ്പോൾ ഈ വർഷത്തെ കോഴ്സ് അല്ലെ ഈ വർഷത്തെ രജിസ്ട്രേഷൻ ഇതുവരെ തുടങ്ങിയിട്ടില്ല. നിരന്തരമായിട്ടുള്ള അപ്ഡേറ്റിന് വേണ്ടിയിട്ട് നിരന്തരം ഈ വെബ്സൈറ്റുകൾ ശ്രദ്ധിക്കുക. അപ്പൊ അതുപോലെ തന്നെ സാക്ഷരതാ മിഷൻ ഓഫീസുകളുടെ നമ്പർ നമ്മുടെ ഗ്രൂപ്പിൽ ഞാൻ ഇടാം. ഓരോ ജില്ലക്കും അവരുടേതായിട്ടുള്ള സാക്ഷരതാ മിഷന്റെ ഓഫീസുകളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ, ഈ വർഷത്തെയുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് അതാത് ജില്ലക്കാർക്ക് അതാത് ജില്ലയിലെ സാക്ഷരതാ മിഷൻ ഓഫീസുമായിട്ട് നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. അതേപോലെ തന്നെ കോഴ്സ് വിവരങ്ങൾ നമ്മൾ പറയുന്നുണ്ട്. ഹ്യൂമാനിറ്റീസ് അതുപോലെ തന്നെ കൊമേഴ്സ്, ഈ 2 സ്ട്രീമിലാണ് പരീക്ഷ നടക്കുന്നത്. സബ്ജക്ട് കോമ്പിനേഷൻ ഞാൻ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. ഹ്യൂമാനിറ്റീസിലെ ഇംഗ്ലീഷ് നിർബന്ധമാണ്. അതുപോലെ തന്നെ മലയാളം, ഹിന്ദി, കന്നഡ ഏതെങ്കിലും ഒന്ന് ഉപഭാഷ തിരഞ്ഞെടുക്കണം. അറബിക് ഇല്ല, മലയാളം, ഹിന്ദി, കന്നഡ ഏതെങ്കിലും ഒന്നാണ്. ദെൻ അതുപോലെ തന്നെ ഹ്യൂമാനിറ്റീസ് ആണെങ്കിൽ ഹിസ്റ്ററി, എക്കണോമിക്, പൊളിറ്റിക്കൽ സയൻസ്, സോഷ്യോളജി. ദെൻ അല്ലെങ്കിൽ ഹിസ്റ്ററി, എക്കണോമിക്സ്, പൊളിറ്റിക്കൽ സയൻസ്, ഗാന്ധിയൻ സ്റ്റഡീസ്. ദെൻ കൊമേഴ്സിലാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇംഗ്ലീഷ് നിർബന്ധമാണ്. പിന്നെ സെക്കൻഡ് ലാംഗ്വേജ് നേരത്തെ പറഞ്ഞ മലയാളം, ഹിന്ദി, കന്നഡ. ദെൻ അക്കൗണ്ടൻസി, ബിസിനസ്, എക്കണോമിക്സ്, പൊളിറ്റിക്കൽ സയൻസ്. ഇതാണ് സബ്ജക്ട് സ്ട്രീമുകൾ, ഇതാണ് ഓപ്ഷനുകൾ ഉള്ളത്. വിജയിക്കുന്നവർക്ക് സാധാരണ ഒരു വിദ്യാർത്ഥി, റെഗുലർ ആയിട്ടുള്ള വിദ്യാർത്ഥി പാസ്സാവുന്ന തരത്തിലുള്ള സർട്ടിഫിക്കറ്റ് ഒക്കെയാണ് തരുന്നത്. ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ ആണ് പരീക്ഷയ്ക്ക് കണ്ടക്ട് ചെയ്യുന്നത്. സാധാരണ റെഗുലർ വിദ്യാർത്ഥികളെ പോലെയാണ് പരീക്ഷ കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് അറിയേണ്ടതുണ്ടെങ്കിൽ ഈ വീഡിയോക്ക് താഴെയോ അല്ലെങ്കിൽ ടേൺ ടു ലേണിന്റെ ഒഫീഷ്യൽ വാട്സ്ആപ്പ് നമ്പർ ആയിട്ടുള്ള 9562 654 789 എന്നുള്ള വാട്സ്ആപ്പ് നമ്പറിൽ നിങ്ങൾ വോയിസ് ആയിട്ടോ ടെക്സ്റ്റ് ആയിട്ടോ മെസ്സേജ് അയക്കാം. അപ്പോൾ ഈ വർഷത്തെ തുല്യതാ പരീക്ഷ, ഹയർ സെക്കൻഡറി തുല്യതാ പരീക്ഷയുമായി ബന്ധപ്പെട്ടിട്ടുള്ള അപ്ഡേറ്റുകൾ ഉടനെ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. ഈ അപ്ഡേറ്റുകൾ വന്നാൽ നമ്മുടെ ചാനലിൽ വീഡിയോ അപ്ലോഡ് ചെയ്യും. എങ്ങനെ അപ്ലൈ ചെയ്യണം, ഓൺലൈൻ അപ്ലൈ ചെയ്യുന്ന രീതി, എങ്ങനെയാണ് ഫീസ് അടയ്ക്കേണ്ടത്, ഈ കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോക്ക് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുല്യതാ പരീക്ഷയുടെ ക്ലാസ്സുകൾ ഓൾറെഡി നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പരീക്ഷയ്ക്ക് ആപ്ലിക്കേഷൻ കൊടുക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾക്ക് പഠിച്ചു തുടങ്ങാം. അപ്പോൾ എല്ലാവിധ ക്ലാസ്സുകളും ടേൺ ടു ലേൺ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഗ്രൂപ്പുകളുടെ ലിങ്കും ഈ വീഡിയോക്ക് താഴെ നമ്മുടെ ഇതിന്റെ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ ഫസ്റ്റ് കമന്റിലും ചേർക്കുന്നുണ്ട്. +1ന്റെയും +2ന്റെയും. നിങ്ങൾക്ക് ഇതിന്റെ ക്ലാസിന്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ ചേർന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ മെറ്റീരിയലുകൾ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പഠിക്കേണ്ടതായിട്ടുള്ള ഏരിയാസിന്റെ നോട്ട്സ് ഞങ്ങൾ ഫ്രീ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.